Thank you, sir. Now, without further, let me take it further to introduce myself. I'm Archana here, Career Development Officer at Aitrich Academy, and your host for the day. I'm actually thrilled to see so many eager participants joining us today on behalf. So here I present to you our agenda for the day. So firstly, we have the intro to cloud computing and cloud native development. Next, we go to the rising demand for cloud native development skills, followed by Microsoft Cloud Native Development Stack. Next, we have greater career paths in the Microsoft Tech Stack. And then we move to who can capitalize on this opportunity. Then we have challenges in achieving this proficiency. Finally, and the most important of all, a 12-step success plan to become a cloud native expert. So, without any further, I welcome our speaker, Mr. Shameer sir. Over to you, Shameer sir. Thank you so much, Archana and Nirmal, for introducing me and having me in this webinar. And I welcome everyone once again into this webinar, which is all about finding how to find or how to establish or how to capitalize a huge opportunity which is lying in cloud native development in the Microsoft technology stacks. So before getting into the topic, let me share my screen with you guys first. I hope my screen is visible now. So today's agenda is about how to become a highly paid cloud native full stack developer. Cloud native development നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ക്ലൗഡ് നേറ്റീവിനെ കുറിച്ച് കുറച്ച് പേരെല്ലാം കേട്ടിരിക്കും. അതിനകത്ത് മൈക്രോസോഫ്റ്റ് ടെക്നോളജി സ്റ്റാക്കിൽ ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിലേക്ക് ഒരു കരിയറുമായി നിങ്ങൾ വരികയാണ്. എന്തെല്ലാം വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ആ ഓപ്പർച്യൂണിറ്റീസ് എവിടെയെല്ലാമാണുള്ളത്, അതെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം, അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി, എ വിന്നിംഗ് സ്ട്രാറ്റജി ടു ബിൽഡ് എ ഹൈ പേയിങ് കരിയർ. So let me just introduce myself to you guys again. My name is Shameer Kunjumohamed. നേരത്തെ നിർമ്മൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഞാൻ Aitrich ടെക്നോളജീസിന്റെ CTO, ചീഫ് ടെക്നോളജി ഓഫീസറാണ്. അതോടൊപ്പം തന്നെ Aitrich അക്കാഡമി എന്ന് പറയുന്ന Aitrich ടെക്നോളജീസിന്റെ ട്രെയിനിങ് ഡിവിഷന്റെ ഹെഡ് ഓഫ് ട്രെയിനിങ് കൂടെയാണ്. I have more than 20 years of IT expertise and I handled different roles. I started my career as a developer. പിന്നെ ഞാൻ പല റോളുകളിലൂടെ ടെക്നിക്കൽ ലീഡ്, പ്രിൻസിപ്പൽ ആർക്കിടെക്ട്, ആപ്ലിക്കേഷൻ ആർക്കിടെക്ട്, സിസ്റ്റം ആർക്കിടെക്ട്, അങ്ങനെ ആർക്കിടെക്ചറിൽ ഒരുപാട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്പുകളിൽ CTO ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു കമ്പനിയിൽ ഞാൻ ഹെഡ് ഓഫ് IT ആയും ജനറൽ മാനേജറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൾട്ടിപ്പിൾ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ തന്നെയാണ്. After 2.5 years of working in Thrissur, I moved to UAE. ഞാൻ ദുബായ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബെല്ലോജിക് എന്ന് പറയുന്ന ഒരു ദുബായ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു US ബേസ്ഡ് കമ്പനിയിലാണ് ഞാൻ എൻ്റെ ഒരു പ്രീമിയർ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. ആ കമ്പനിയുടെ ഭാഗമായിട്ട് എനിക്ക് ഒറക്കിൾ സെർണർ കോർപ്പറേഷൻ, USA സെർണർ കോർപ്പറേഷൻ എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ IT സർവീസ് പ്രൊവൈഡർ, അതുപോലെ മൈസിസ് USA, ഇപ്പോൾ ഓൾ സ്ക്രിപ്റ്റ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്, മൈസിസ് ഹെൽത്ത് കെയർ, ഇത് രണ്ടും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളാണ്. ഈ കമ്പനികളുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ ഞാൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള മാർക്യൂറ എക്വിറ്റീസ് എന്ന് പറയുന്ന മാർക്യൂറ ടെക്നോളജീസിന്റെ അണ്ടറിൽ ആദ്യം ഞാൻ സീനിയർ ഡെവലപ്പറായിട്ട് ജോയിൻ ചെയ്യുകയും പിന്നീട് ടെക്നിക്കൽ ലീഡായി, പിന്നെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയിട്ട് 7 വർഷത്തോളം ജോയിൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ UAE ഗവൺമെന്റിന്റെ എയർഫോഴ്സ് ആൻഡ് എയർ ഡിഫൻസ് മിലിറ്ററിയിൽ അവരുടെ IT-യിൽ ഏകദേശം 5 വർഷത്തോളം ജോയിൻ ചെയ്തിരുന്നു. UAE തന്നെ
ഒരു tier 1 കമ്പനിയായ ഇൻജസാദ് ഡാറ്റ സിസ്റ്റംസിലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തത്. അതുകൂടാതെ എനിക്ക് ഒരു കുറച്ച് അക്കാഡമിക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. ഞാൻ ഹിരിയറ്റ് വാർഡ് യൂണിവേഴ്സിറ്റി UK, അവിടെ ദുബായ് അക്കാഡമിക് സിറ്റിയിലുള്ള ക്യാമ്പസിൽ അതിന് ഞാൻ അവിടെ MSc IT ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 3 വർഷത്തോളം ഒരു പാർട്ട് ടൈം ലെക്ചറായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈ ലെവൽ പ്രൊഫൈൽ. പിന്നെ ഞാൻ ആർക്കിടെക്ചറിലും സിസ്റ്റം ഡിസൈനിങ് അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം കുറെ 3-4 സർട്ടിഫിക്കേഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ക്രെഡൻഷ്യൽസ്. സോ അതുകൂടാതെ ഞാൻ 2-3 പബ്ലിക്കേഷൻസ് ഈ ആമസോണിലും ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഞാൻ co-author ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് മൈ ക്രെഡൻഷ്യൽസ് ടു ടോക്ക് അബൌട്ട് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ആസ് അർച്ചന ഓൾറെഡി പോയിന്റഡ് ഔട്ട്, ഇന്നത്തെ ഈ വെബിനാറിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു into the big opportunity lying inside cloud native application development, especially in Microsoft Stack. Microsoft Stack inde അണ്ടറിലുള്ള ടെക്നോളജി സ്റ്റാക്കിലുള്ള മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് ആയ Azure, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് ടെക്നോളജി ആയ ASP.NET Core ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ്, പിന്നെ Angular, ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ വെച്ച് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഇൻ ദ ബിഗ് കമ്പനീസ്, ഗവൺമെന്റ് കമ്പനീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, പ്രീമിയർ ഫോർച്യൂൺ 500 കമ്പനീസ്, ഈ കമ്പനികളിലെല്ലാം ഒരുപാട് വേക്കൻസീസും ഒരുപാട് റൈസിംഗ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ട ടാലന്റ് പൂൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ മാർക്കറ്റിൽ, ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് മാർക്കറ്റിൽ ഒരുപാട് ഷോർട്ടേജ് ആണ്. ദ മാർക്കറ്റ് ഈസ് ഫേസിംഗ് അക്യൂട്ട് ഷോർട്ടേജ് ഇൻ ദിസ് ഏരിയ. ഇത് നമുക്ക് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം, അതാണ് ഇന്നത്തെ ഈ വെബിനാറിന്റെ അജണ്ട. അതിനുവേണ്ടി Aitrich Academy പ്രസന്റ് ചെയ്യുന്ന a 12-step success plan to become a cloud native expert in Microsoft Stack. ഇതാണ് ഇന്നത്തെ ഹൈ ലെവൽ അജണ്ട. സോ ഈ വെബിനാറിന് മുന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻസ്, a set of poll questions were actually distributed among you guys. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ അനുസരിച്ച് അല്ലെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: what type of companies, which kind of companies do you dream to work for? ഏതെല്ലാം ടൈപ്പ് ഓഫ് കമ്പനികളിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം? അതിൽ ഓപ്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ IT ജയൻസ് ആയ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളിലാണ്. അത് ഗ്ലോബൽ tier 1 കമ്പനികളിലാണ്. ഇന്ത്യൻ tier 1 കമ്പനികളായ TCS, വിപ്രോ, ഇൻഫോസിസ് പോലുള്ള കമ്പനികളാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ സ്റ്റാർട്ടപ്പുകളായ, ഹൈലി സക്സസ്ഫുൾ ആയ, ഹെവിലി ഫണ്ടഡ് ആയ സ്റ്റാർട്ടപ്പുകളായ, യൂണിക്കോൺസ് ആയ ഫ്ലിപ്കാർട്ട്, ഭാരത് പേ, സൊമാറ്റോ പോലുള്ള ബ്രാൻഡഡ് കമ്പനികളിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. അതോ നിങ്ങൾ ഏത് കമ്പനി ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് കമ്പനി ചെറുതും വലുതായിട്ടുള്ള കമ്പനികളായാലും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതാണ്. അപ്പൊ അതില് ഈ ഗ്ലോബൽ IT ജയൻസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള 38% ആൾക്കാരാണ് കോൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ടോപ്പ് tier 1 കമ്പനികളെ ചൂസ് ചെയ്തിട്ടുള്ളത് 40% among you. സോ ആൻഡ് യൂണിക്കോൺസിൽ അധികം പേർക്ക് വലിയ താല്പര്യമില്ല, 2% ആണ്. പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർ 18% ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് പോൾ. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ്. അതുപോലെ തന്നെ ഏത് കൺട്രിയിലേക്കാണ്, ഏത് സിറ്റി, tier 1 കമ്പനി സിറ്റീസിലേക്കാണ് പോകാൻ നിങ്ങൾക്ക് താല്പര്യം? ഇപ്പൊ US, കാനഡ, UK, ജർമ്മനി പോലുള്ള വെസ്റ്റേൺ കൺട്രീസിലാണോ? മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആയ UAE, ഒമാൻ, ഖത്തർ പോലുള്ള കമ്പനികളാണ്. 36.3% ചൂസ് ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസ് ആണ്. മിഡിൽ ഈസ്റ്റ് ആണ് വാസ്റ്റ് മെജോറിറ്റി, ഒരു 40%, ബിഗസ്റ്റ് മെജോറിറ്റി പ്രിഫേഴ്സ് UAE, ഒമാൻ ആൻഡ് ഖത്തർ. പിന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ മെട്രോസിൽ ചൂസ് ചെയ്തിട്ടുള്ളത് 21.7% ആണ്. റിമോട്ട് വർക്കിങ്ങിന് അധികം വലിയ ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല, 2% ആൾക്കാർ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ മറ്റൊരു ക്വസ്റ്റൻ ആയിരുന്നു, നിങ്ങൾ ഏതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യു ആർ ഫെമിലിയർ വിത്ത്? നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതോ നിങ്ങൾക്ക് പരിചയമുള്ളതോ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ വാസ്റ്റ് മെജോറിറ്റി ദേ ഹാവ് ചോസൺ 65% ചോസൺ PHP. PHP സത്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഗെറ്റിംഗ് ഔട്ട്ഡേറ്റഡ്. അത് സാലറി കുറവാണ്, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വൈഡ്ലി ഇൻ യൂസ്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ മൈ ഒപ്പീനിയൻ. 12% people already chosen Java, and 50% of people Python select ചെയ്തിട്ടുണ്ട്. Dart പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മുടെ ഫ്ലട്ടർ പോലുള്ള ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ഡെവലപ്മെന്റിന്റെ ഫ്രെയിംവർക്ക് ആയ Dart 6% ആൾക്കാർ ഉപയോഗിച്ചു. സോ ദിസ് ഈസ് ദ ഹൈ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ്.
അതുപോലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ASP.NET കോർ എന്ന് പറയുന്ന നമ്മളുടെ ഇന്നത്തെ സെമിനാറിന്റെ നമ്മുടെ വെബിനാറിന്റെ ഒരു ടോപ്പിക്കായ ASP.NET കോർ അതുപോലെ Azure ക്ലൗഡ് എത്ര പേര് ഫെമിലിയർ ആണ്? 80% people are familiar, 20% are not familiar. So this is the high level statics. Keeping all these figures in mind, so let's get into the topic. Okay, so first of all, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് വാട്ട് ഈസ് ദിസ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഓൾ അബൌട്ട്. അപ്പോൾ അതിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു സെഗ്മെന്റ്. Okay, so there are multiple segments here. So I request all of you guys to pay attention, take notes. This is a very informational segment. So take notes and understand, and maybe this will be very helpful for your career and going forward in your studies.